കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. നിരവധിയായ സിനിമാ താരങ്ങൾക്ക് പേരെടുത്ത് പറയാതെയാണ് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനീതികൾ നടന്നിട്ടും ഇതുവരെയും സ്ത്രീകൾ പരാതിപ്പെടാത്തത് എന്നുള്ള വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുമ്പോൾ നിരവധി കമന്റുകളും നിരവധി പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരനിരകളാണ് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ കൂടെയുള്ളതെന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട്. ആ സൂപ്പർ താരങ്ങൾ ആരാണെന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും മലയാളത്തിലെ വമ്പൻ താരനിരകൾ അടക്കമുള്ള 15 പേരാണ് ഇത്തരത്തിലുള്ള മാഫിയായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്താണെങ്കിലും കേരള ജനതയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധിയായ പരാതികളാണ് സിനിമാ മേഖലകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ ശക്തമാകണമെന്ന് ഓരോ സ്ത്രീകളും വിളിച്ചു പറയുമ്പോൾ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങൾക്ക് പോലും, ഇല്ലെങ്കിൽ അതീവ സുരക്ഷ കൽപ്പിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും അതിക്രമങ്ങളും നേരിടേണ്ടി വരുമ്പോൾ സാധാരണയായുള്ള സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റിന്റെ രത്നചുരുക്കം ഇങ്ങനെ: സിനിമാ ഫീൽഡിനോട് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പുലിമുരുകൻ ഉൾപ്പെടെ പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു ഞാൻ താമസിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത്. കേരളത്തിലെ പ്രമുഖ താരങ്ങൾ പലരും പങ്കെടുത്ത പല സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ഷൂട്ടിംഗ് കാണാൻ പോയിട്ടില്ല. എന്തോ പണ്ട് തൊട്ടേ സിനിമാ രംഗങ്ങളുള്ള പലരുടെയും സ്വകാര്യ ജീവിതത്തെപ്പറ്റി എനിക്കൊരു മതിപ്പും ഉണ്ടായിരുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ സാമാന്യം നല്ല കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ അലയൊലികൾ ദീർഘനാൾ നീണ്ടു നിന്നേക്കും. റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇപ്പോഴേ പോസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നടന്മാരെയും നടികളെയും സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ആക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണ്. നക്ഷത്രങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തല്ലോ. അതുപോലെ താരങ്ങളുടെയും നടീനടന്മാരുടെയും അങ്ങ് ആകാശത്തൊന്നുമല്ല. ആകാശത്തെ അനന്തവിഹായസിൽ പാറിപ്പറന്ന് നടന്നിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ എവിടെയാണോ ആവോ. 15 പേർ അടങ്ങുന്ന ഒരു ക്രിമിനൽ സംഘമാണ് മലയാള സിനിമയെ ഭരിക്കുന്നതെങ്കിൽ അതിൽ നമ്മുടെ സ്റ്റാറുകളോ സൂപ്പർ സ്റ്റാറുകളോ ഉണ്ടെങ്കിൽ അവരെയെല്ലാം മലയാള സിനിമാ രംഗത്ത് നിന്നും തുടച്ചു മാറ്റാനായി അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം. അവർ ഇന്നായിരിക്കുന്ന സ്ഥാനത്തെത്തിയത് പ്രേക്ഷകരായ നമ്മൾ കാരണമാണ്. സിനിമാ ഫീൽഡിന്റെ പളപളപ്പ് കണ്ട് സ്വയം നാശത്തിലേക്ക് ചെന്നു ചാടിയ പല ഫീമെയിൽ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും അവരാൽ ചതിക്കപ്പെട്ട മറ്റു സ്ത്രീകളും ഒരു കാര്യം ഓർമ്മിക്കുക: അഭ്രപാളികളിൽ നിങ്ങൾ നടത്തുന്ന നടനം സത്യമാണെന്ന് കരുതി വിശ്വസിക്കുന്ന കുഞ്ഞു തലമുറയ്ക്ക് പൂതനയുടെ മുലയൂട്ട് നിങ്ങൾ നടത്തരുത്. എല്ലാവരും കൃഷ്ണന്മാരല്ല. അതിജീവിക്കാൻ ധർമാനുഷ്ഠാനങ്ങളും സദാചാര പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു പുണ്യസ്ഥലമല്ല സിനിമാരംഗമെന്നും മിക്കവാറും എല്ലാവർക്കും അറിയാം. കലാഭിരുചിയുള്ള കലയെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ സിനിമാ രംഗത്ത് വരുമ്പോൾ അവരെയും തെറ്റിലേക്ക് തള്ളിവിടാൻ പ്രലോഭനങ്ങളും ഭീഷണികളുമായി എത്തുന്ന കഴുകന്മാരും കഴുകികളും ഓർക്കുക: നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന്. നിങ്ങളെ വലിച്ചു താഴെയിടാനും ഞങ്ങൾക്കാകും. അധികാരികളോടൊരു വാക്ക്: തെറ്റുകൾ മറച്ചുവെച്ച് കുറ്റവാളികളെ സംരക്ഷിച്ചാൽ കാലം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും നിങ്ങൾക്ക് മാപ്പ് തരികയില്ല. ഈ പോസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ട് എഴുതിയതല്ല, കാലത്തിന്റെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നു. സ്നേഹപൂർവ്വം. വളരെയധികം ജനങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി സാമൂഹിക മാധ്യമങ്ങളുടെ ചർച്ചയാകുന്നുണ്ട്. നിരവധിയായ തെറ്റുകൃത്യങ്ങൾ ചെയ്തിട്ടും കുറ്റവാളികളുടെ പേര് വെളിപ്പെടുത്താത്തതിന് കാരണം എന്താണെന്ന് സർക്കാർ ഇനിയെങ്കിലും പറഞ്ഞേ തീരൂ. കാരണം കേരള ജനത സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറ്റങ്ങൾ ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതാണ്. അത് ഏത് ആളുകളാണെങ്കിലും അവർക്കെല്ലാം ഒരേ നീതി നടപ്പിലാക്കണം. സിനിമാ താരമായാലും രാഷ്ട്രീയ പ്രവർത്തകനായാലും സാധാരണക്കാരനായാലും നിയമപ്രവർത്തകനായാലും എല്ലാവരെയും ഒരുപോലെ നിയമം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് തക്കതായ മറുപടി സർക്കാർ തരേണ്ടതാണ്. 15 സംഘം മാഫിയ ആരാണെന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പേര് വിവരങ്ങളും ഇനിയെങ്കിലും പുറപ്പെടുവിക്കണം. താരങ്ങൾ എപ്പോഴും ആകാശത്ത് മാത്രം നിന്നാൽ പോരാ, ഭൂമിയിലും ഇറങ്ങി വരണം.